ഡിയർ സ്റ്റുഡൻസ്, +2 ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചാപ്റ്റർ 2 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്, സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൽ പാർട്ട് 14 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമ്മൾ പാർട്ട് 14 പഠിച്ചത് ഡബിൾ ഫെർട്ടിലൈസേഷനെ കുറിച്ചാണ്. നിങ്ങൾ ആ ക്ലാസ് കണ്ടു കാണുമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ആർക്ക് പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഇവൻറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഫ്ലവറിൽ മെയിനായിട്ടും ഫെർട്ടിലൈസേഷനോട് ബന്ധപ്പെട്ട് 3 പ്രോസസ്സുകളുണ്ട്. എന്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രീ ഫെർട്ടിലൈസേഷൻ. അത് നമ്മൾ ആദ്യം വരുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. നമ്മൾ ഫെർട്ടിലൈസേഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച്, ഡബിൾ ഫെർട്ടിലൈസേഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഇവൻറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാൽ? എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ്, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഇൻ ദി embryo sac. It is termed double fertilization. Syngamy and triple fusion take place simultaneously in the embryo sac. That process is known as the double fertilization. Double fertilization കഴിഞ്ഞുള്ള പ്രോസസ്സിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഫോളോയിങ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, events of endosperm and embryo development, maturation of ovules into seeds and ovary into fruit are collectively termed post-fertilization events. After double fertilization, അതായത് ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഇവൻറ്റ്സ് എല്ലാം കൂടെ നമുക്ക് എന്തൊക്കെയാണ് ഇവൻറ്റ്സ് എന്നു ജസ്റ്റ് നോക്കാം. ഒന്നാമത്തത് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, എംബ്രിയോ ഡെവലപ്മെൻറ്റ്, അതുപോലെ മച്ചുറേഷൻ ഓഫ് ഓവ്യൂൾസ് ഇൻ ടു സീഡ്സ് ആൻഡ് ഓവറി ഇൻ ടു ഫ്രൂട്ട് ആർ കളക്റ്റീവ്ലി ടേംഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യുന്നു, എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് ഓവ്യൂൾ മച്ചുറായി സീഡ് ഫോം ചെയ്യുന്നു, ഓവറി ഫ്രൂട്ട് ആകുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മളൊന്ന് ടേംസ് ആയിട്ട് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ, ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡോസ്പേം ഫ്രം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, അതുപോലെ എംബ്രിയോ ഫ്രം സൈഗോട്ട്, then development of seeds from ovules and development of fruit from ovary. ഇത്രയും ഈ പ്രോസസ്സിനെല്ലാം നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 പ്രോസസ്സുണ്ട്. എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, എംബ്രിയോ ഡെവലപ്മെൻറ്റ്, സീഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫ്രൂട്ട് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡോസ്പേം ഫ്രം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇപ്പോൾ നമ്മളിനി അത് ഒന്നും കൂടെ വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ, എൻഡോസ്പേം എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്രം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഡെവലപ്മെൻറ്റ് എൻഡോസ്പേം ഫ്രം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. നമുക്ക് എന്താണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് എങ്ങനെയാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്? അതെ, മെയിൽ ഗമീറ്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ one of the male gamete fuses with the polar nuclei at the center to produce triploid primary endosperm nucleus. ആ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? എൻഡോസ്പേം ഫോം ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഒരു എംബ്രിയോ സാക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞൊരു പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇവിടെ സൈഗോട്ട് കൊടുത്തിട്ടുണ്ട്. സൈഗോട്ട് ഫോം ചെയ്ത് നമ്മൾ പഠിച്ചു. എങ്ങനെ സൈഗോട്ട് പോകുന്നത്? വൺ ഓഫ് ദി മെയിൽ ഗമീറ്റ് ഫ്യൂസസ് വിത്ത് എഗ് ന്യൂക്ലിയസ് ടു ഫോം ദി ഡിപ്ലോയിഡ് സൈഗോട്ട്. ഇതാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ദിസ് ഇസ് ദ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതെങ്ങനെ ഫോം ചെയ്യുന്നത്.
നെക്സ്റ്റ് ഡീജനറേറ്റിംഗ് ആൻറ്റിപോഡൽ സെൽസ്. ഇപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കാണുന്ന ഒരു എംബ്രിയോ സാക്കിൻ്റെ ഡയഗ്രമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രം പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, ABCD എന്നിട്ടിട്ട് അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. മുകളിൽ ഇത് സൈഗോട്ടാണ്, ഇത് പ്രൈമറി എൻഡോസ്പെം സെല്ലാണ്, ഇത് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ആണ്, ആൻഡ് ദിസ് ഈസ് ദ ഡീജനറേറ്റിംഗ് ആൻറ്റിപോഡൽ സെൽസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസസ്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ഒന്നുകൂടി ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം സൈഗോട്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് സീഡ്സ് ഫ്രം ഓവ്യൂൾ, ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് ഫ്രം ഓവറി. നിങ്ങൾക്കിങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് ഓർത്തിരിക്കാനായിട്ട് എളുപ്പം ആയിരിക്കും. നെക്സ്റ്റ് എൻഡോസ്പെം ഡെവലപ്മെൻറ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എൻഡോസ്പെം ഡെവലപ്പ് ചെയ്യുന്നത് പഠിക്കാം. ദ പ്രൈമറി എൻഡോസ്പെം cell divides repeatedly and form a triploid endosperm nucleus. The primary endosperm cells divide repeatedly. നമ്മളൊന്ന് ജസ്റ്റ് ഓർമ്മിക്കുക. പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ്, one of the male gamete fuses with the polar nuclei and form the primary endosperm nucleus. That primary endosperm cell divides repeatedly and forms a triploid endosperm cell. The primary endosperm cell divide repeated divide ചെയ്തിട്ട് and forms a triploid endosperm nucleus. The cells of this tissue are filled with reserve food materials and are used for nutrition of the developing embryo. ഈ എൻഡോസ്പെം ടിഷ്യൂവിൻ്റെ പ്രത്യേകത, they are filled with reserve food materials and are used for nutrition of the developing embryo. അപ്പോൾ ഡെവലപ്പിംഗ് എംബ്രിയോ നമ്മൾ പറയും സൈഗോട്ടാണ് എംബ്രിയോ ആകുന്നത്. ആ ഡെവലപ്പിംഗ് എംബ്രിയോ ആകുമ്പോൾ അതിന് ആവശ്യമായ ന്യൂട്രീഷൻ കൊടുക്കുന്നത് ഈ ടിഷ്യൂ ആണ് അതിനാവശ്യമായ ന്യൂട്രീഷൻ കൊടുക്കുന്നത്. ദെൻ PEN അല്ലെങ്കിൽ പ്രൈമറി എൻഡോസ്പെം undergo successive nuclear divisions to give rise to free nuclei, and this stage of development is called free nuclear endosperm. Free nuclear endosperm എന്താണ് നമുക്ക് നോക്കാം. PEN. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഷോർട്ട് ഫോം ഒന്ന് ശ്രദ്ധിക്കുക. ദ പ്രൈമറി എൻഡോസ്പെം undergo successive nuclear divisions to give rise to free nuclei. അതായത് സക്സസീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഡിവിഷൻസ് നടന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫ്രീ ന്യൂക്ലിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദിസ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് കോൾഡ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം എന്ന് പറയുന്നത്, അതായത് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് സക്സസീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഡിവിഷൻസ് നടക്കുന്നു. അങ്ങനെ ഫോം ചെയ്യുന്നത് ഫ്രീ ന്യൂക്ലിയ ആണ്. ആ ഒരു ഡെവലപ്മെൻറ്റ്, ആ ഒരു ഇതിന് നമ്മൾ പറയുന്ന പേര്, ആ എൻഡോസ്പെമിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം. Subsequently, cell wall formation occurs and the endosperm becomes cellular. നമ്മൾ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തു, അത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് വരുന്ന സെൽ വാൾ ഫോം ചെയ്യുന്നു. സെൽ വാൾ ഫോർമേഷൻ ഒക്കേസ് ആൻഡ് എൻഡോസ്പെം ബിക്കം സെല്ലുലാർ. സെൽ വാൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ എൻഡോസ്പെം എന്ത് സെല്ലുലാർ ആകുന്നു. സെൽ ഫോം ചെയ്യുന്നു, സെല്ലുലാർ. This division is followed by cytokinesis and the endosperm becomes the cellular and is called the cellular endosperm. ഇവിടെ നമ്മൾ പറഞ്ഞ ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് ഫ്രീ ന്യൂക്ലിയ ആകുന്നു. അത് കഴിഞ്ഞ് സെൽ വാൾ ഫോം ചെയ്യുന്നു. സെൽ വാൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ എൻഡോസ്പെം സെല്ലുലാർ ആകുന്നു. സെല്ലുലാർ ആയി കഴിഞ്ഞാൽ അതിന് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് സൈറ്റോകൈനസ് നടക്കുന്നു. എന്താണ് സൈറ്റോകൈനസ് എന്ന് പറഞ്ഞാൽ? അത് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ദസ് ദ എൻഡോസ്പെം ബിക്കം സെല്ലുലാർ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കണ്ട ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? സെല്ലുലാറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു എൻഡോസ്പെമിൽ നമ്മൾ പറയുന്ന പേരാണ് സെല്ലുലാർ എൻഡോസ്പെം. അപ്പം നമ്മളിവിടെ 2 ടേമുകളാണ് പഠിച്ചത്. ഒന്നാമത്തെ ഏതാണ്? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം എന്ന് പറഞ്ഞാൽ പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് അണ്ടർഗോ സക്സസീവ് ന്യൂക്ലിയർ ഡിവിഷൻസ് ടു ഗീവ് റൈസ് ടു ഫ്രീ ന്യൂക്ലിയർ ആൻഡ് ദിസ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് കോൾഡ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെം. രണ്ടാമത്തത് അതിന് കണ്ടിന്യൂസ് ആയിട്ട് എൻഡോസ്പെം സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നു. എൻഡോസ്പെം ബിക്കം സെല്ലുലാർ ആകുന്നു. This division is followed by cytokinesis. Thus the endosperm become cellular and is called cellular endosperm. നിങ്ങൾ ഇതിൻ്റെ ഡിഫറൻസ് ഓർത്തിരിക്കുക. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെമും അതുപോലെ തന്നെ സെല്ലുലാർ
endosperm. Okay, the next one, functions of endosperm. The cells of endosperm tissues are triploid and filled with the reserve food material to nourish the developing embryo. The cells of endosperm tissue are triploid. നിങ്ങൾ ഓർമ്മിക്കുന്നതാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആണ്. അതെങ്ങനെ ട്രിപ്ലോയിഡ് ആയത്? അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പോളാർ ന്യൂക്ലിയ 2 ന്യൂക്ലിയ ഉണ്ട്. അതും മെയിൽ ഗമീറ്റും കൂടെ ജോയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ട്രിപ്ലോയിഡ് ഫോം ചെയ്യുന്നത്. Then the triploid and filled with the reserve food material to nourish the developing embryo. അതിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ട് എംബ്രിയോയെ നറിഷ് ചെയ്യാനാണ്, എംബ്രിയോയുടെ ഫുഡായിട്ട് കൊടുക്കാനുള്ള ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എൻഡോസ്പേം ടിഷ്യൂവിലാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. എക്സാമിന് ഇത് ചോദിക്കാം. എൻഡോസ്പേം ടിഷ്യൂവിൻ്റെ പ്ലോയിഡി എന്ന് പറയുന്നത് എത്രയാണ്? പ്ലോയിഡി 3N അല്ലെങ്കിൽ ട്രിപ്ലോയിഡാണ്, ഓർത്തിരിക്കുക. Next, the water tender cognate in the center is pre-nuclear endosperm and white kernel in the outer part is the multicellular endosperm. നമ്മൾ കോക്കനട്ടിൻ്റെ അകത്ത് കാണുന്ന വാട്ടർ, ടെൻഡർ കോക്കനട്ടിലുള്ള വാട്ടർ എന്ന് പറഞ്ഞാൽ അത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമാണ്. നമ്മൾ കരിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കൂടുതൽ നമുക്കറിയാം വാട്ടറാണ്. അത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമാണ്. അത് കഴിഞ്ഞത് അതിൻ്റെ വൈറ്റ് കേർണലായിട്ട്, അപ്പോൾ ഞാനിവിടെ ഇത് ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്നതാണ്, അതാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. അതുപോലെ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ എംബ്രിയോയാണ്. അത് മറ്റേ വൈറ്റിഷ് സ്ട്രക്ചർ വൈറ്റ് കേർണലാണ്, അത് മൾട്ടിസെല്ലുലാർ എൻഡോസ്പേമാണ്. എൻഡോസ്പേം മേ ബി കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ബൈ ദ ഡെവലപ്പിംഗ് എംബ്രിയോ. അത് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് കൺസ്യൂം ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പീയ്, ഗ്രൗണ്ട് നട്ട്, ഓർ ഇറ്റ് മേ ബി പേഴ്സിസ്റ്റൻറ്റ് ഇൻ മച്യൂർ സീഡ്സ്. എക്സാമ്പിൾ കോക്കനട്ട്, കാസ്റ്റർ. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് പേഴ്സിസ്റ്റ് ചെയ്യാറുണ്ട്. എംബ്രിയോ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാനിവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസും കൂടെ ആൻസർ കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. First one time fertilization is the characteristic feature of majority of plants, but angiosperm show 2 types of fertilization. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2 fusion occurs are different. Name it and write down the number of nuclei involved in such process. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോഡക്ട്സ് ആൻഡ് പ്ലോയിഡ്. അതിൻ്റെ പ്രോഡക്റ്റ് എഴുതുക, ക്രോമസോം നമ്പർ എഴുതുക. The source of food for developing embryo is dash. Third one, the zygote development leads to formation of embryo. Name the nutritive tissue that helps in the formation of embryo. Next, what will be the ploidy of such tissue? അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂട്രിറ്റീവ് ടിഷ്യൂവിൻ്റെ പേരും എഴുതണം. അതുപോലെ തന്നെ അതിൻ്റെ പ്ലോയിഡി നമ്മളിപ്പോൾ പഠിച്ചതാണ്. എൻഡോസ്പേമിൻ്റെ പ്ലോയിഡി 3N ആണ്, ട്രിപ്ലോയിഡ് ആണ്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. നെയിം ദ പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്സിങ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ പ്രോസസ്സ് ഏതൊക്കെയായിരുന്നു? സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ സിംഗമിയുടെ പ്രോഡക്റ്റ് ഏതാണ്? ഡിപ്ലോയിഡ്, സൈഗോട്ടാണ്. ട്രിപ്പിൾ ഫ്യൂഷൻ്റേത് ട്രിപ്ലോയിഡ് സെല്ലാണ്. Okay, thank you.